മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ മോർണിംഗിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഇതുപോലെ മഴയുണ്ടെങ്കിൽ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ പുറത്ത് പോകാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടാവും. ആ ലെവലിലൊരു മഴയാണ് രാവിലെ തന്നെ. കംപ്ലീറ്റ് വെള്ളമാണ് കേട്ടോ. ഇപ്പം നേരെ നമ്മുടെ വണ്ടി എടുത്ത് പോകാം. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ നനഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പാർട്ടായിട്ടാണ് നമ്മൾ കീ അടിക്കുന്നത്. 1, 2, മൂന്നാമത്തതിന് നല്ല രീതിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ക്രാങ്കായിട്ട് സ്റ്റാർട്ടാവും കേട്ടോ. ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ മീറ്ററൊക്കെ നോക്കുക, വാണിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. ഇത് വാണിംഗ് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേട്ടോ, അത് റിലീസ് ചെയ്യുമ്പോൾ പോവും. ശേഷം നമ്മൾ പുറത്ത് നിന്ന് ഫ്രഷ് എയർ വലിക്കുന്ന രീതിയിൽ AC മോഡ് ഇടുക. അതായത് നമ്മുടെ മിസ്റ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് നല്ല ഫ്രഷ് എയർ നമുക്ക് ശ്വസിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ വാഹനം നമ്മൾ രാവിലെ, അതായത് ഫസ്റ്റ് മോർണിംഗിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഹോൾഡ് ചെയ്തിടുക. ഇത് ഈ ഒരു കാര്യം നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഏത് വണ്ടിയാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വിട്ടേക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ വഴിയാണ്. നിങ്ങൾ കണ്ടില്ലേ, മുമ്പ് ചെറിയൊരു ഇടയായിരുന്നു കേട്ടോ. ഇപ്പം ചെറിയൊരു കോൺക്രീറ്റ് റോഡാക്കി മാറ്റിയതാണ്. നല്ല മഴയാട്ടോ, നല്ല അടിപൊളി വൈബ് മഴയാണ്. ഈ ചിറാപ്പുഞ്ചി മഴ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലത്തെ മഴ കേട്ടോ. ഒരുപാട് ദിവസം നമുക്ക് നല്ല ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. മഴയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിപ്പം കർക്കിടക മാസം ഏതാണ്ട് 28, അപ്പോൾ അതിൻ്റെ മഴയാണെന്നൊക്കെയാണ് കുറേ ആൾക്കാർ പറയും. ഏതായാലും നല്ല പൊളിമഴയാണ് കേട്ടോ. ഒരുപാട് ദിവസത്തിന് ശേഷം ഇങ്ങനൊരു പൊളിമഴ കിട്ടുന്നത് ഇപ്പം കുറേ ആയി കേട്ടോ. നല്ല തകർപ്പൻ മഴ തന്നെയാണ് ഗൈസ്. സത്യത പറയാലോ, മോർണിംഗിൽ വർക്കിന് പോകുമ്പോൾ നമ്മൾ സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള മഴയാണെങ്കിൽ നല്ല മടിയുണ്ടാവും കേട്ടോ. അത് സത്യസന്ധമായിട്ട് തുറന്നു പറയാം. അതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ആരും ഒളിപ്പിച്ചൊന്നും വെക്കൊന്നും വേണ്ട. മഴ സമയങ്ങളിൽ വീട്ടിൽ കിടന്ന് എന്താ പറയുക, ചുരുട്ടുകൂടി കിടക്കാനായി തന്നെ എല്ലാവരും വിചാരിക്കാം. പക്ഷേ സാഹചര്യം കൊണ്ട് പോകുന്നതേ ഉള്ളൂ. വലിയ അഭിമാനികളൊക്കെ ഉണ്ട്, ദുരഭിമാനികൾ. അവരിതൊന്നും ഫ്രണ്ട്ലി ആയിട്ട് പറയില്ല, പക്ഷെ അവരുടെ മനസ്സിലും ഇതൊക്കെ തന്നെയായിരിക്കും. നമ്മുടെ നാട്ടിലെ വഴികളിലൂടെയാണ് പോകുന്നത് ഗൈസ്. മഴ കണ്ടോ നിങ്ങൾ? ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ. നമ്മൾ വൈപ്പർ ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് വരെ ഏതാണ്ട് നമുക്ക് സ്ക്രീന് തെളിയാത്ത രീതിയിലുള്ള മഴയാണ് കേട്ടോ. നമ്മുടെ മുത്തപ്പൻ കാവത്തി കേട്ടോ, പുതിയ മടപ്പുര. മഴയത്തെ ഡ്രൈവിങ് അടിപൊളിയാണ് ഗൈസ്, വേറെ ലെവലാണ് കേട്ടോ. ടേണുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എതിരെ വരുന്ന വണ്ടിക്ക് ചിലപ്പോൾ ഒന്നും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹോണ് മസ്റ്റ് കേട്ടോ. ഹോൺ അടിച്ചാൽ പോലും ചിലപ്പം മനസ്സിലാകാത്ത ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് നമ്മൾ മഴയുടെ വൈബ് ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ
നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ട മര്യാദയും കൂടെ നമ്മൾ ട്രാഫിക് നിയമം നമ്മൾ പാലിക്കണം. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഇതുപോലുള്ള ടേൺ എത്തുമ്പോൾ തന്നെ മുന്നറിയിപ്പും കൊടുക്കണം. നല്ല മഴയാട്ടാ, അടിപൊളി. വേറെ ലെവല് മഴ. നമ്മളിവിടെ ചെസ്റ്റ് സെൻ്ററിൻ്റെ അടുത്ത് എത്തി കേട്ടോ. നമ്മുടെ പള്ളിക്കൊന്ന് ചെസ്റ്റ് സെൻ്റർ. ഇവിടെയാണ് ഡോക്ടർ ഇ ഡി ജോസഫ് മനഃശാസ്ത്ര വിദഗ്ധൻ്റെ വീടും കൂടിയാണ് കേട്ടോ ഈ ഒരു പരിസരം. അങ്ങനെ നമ്മൾ പള്ളിക്കുന്ന് മെയിൻ ജംഗ്ഷൻ ആയിട്ടുള്ള നമ്മുടെ സ്ത്രീപുരം സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡ്, അതുപോലെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ, അതായത് ആ മിൽമയുടെ വണ്ടി പോകുന്നത് പന്നയംപാറ റോഡ്, പിന്നെ ആ ഓട്ടോ കയറി പോകുന്ന ഭാഗം നമ്മൾ പള്ളിക്കുളം പുതിയ തെരു പോകുന്ന ഭാഗം. ഇപ്പോൾ മോർണിംഗ് ആണ്, പക്ഷേ കുറച്ച് കുട്ടികളിപ്പോൾ ഇവിടെ സ്കൂളിലൊക്കെ പോകാൻ റെഡിയായി നിന്നിട്ടുണ്ട്. സ്കൂളാണോ കോളേജാണോ എന്ന് അറിയാൻ പാടില്ല. വണ്ടികൾ ചെറിയ രീതിക്ക് ബ്ലോക്കും ഉണ്ട്. പിറകെ ഏതൊരു ചേട്ടൻ ഓൺ അടിക്കുന്നുണ്ട്. ഫ്രണ്ടിലെ വണ്ടി പോകാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല ചേട്ടാ എന്ന് ആ ചേട്ടനോട് പറയുന്നത് ആ ചേട്ടൻ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും നമ്മൾ വണ്ടി എടുത്തു. മഴയത്ത് വണ്ടികൾ വരുന്ന വരവ് കണ്ടോ ഗായ്സ്? എന്താണ് ഗായ്സ് ഇത്? റോഡുകൾ ഇവിടെ തോടുകളും പുഴകളുമായി മാറുന്നു. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ മലയാള മനോരമയുടെ ചാനലായിട്ടുള്ള മറിമ എന്ന് പറയുന്ന ചാനൽ, ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂൾ എന്നൊക്കെയാണ് ആ ഒരു ചാനലിനെ പറയുന്നത് കേട്ടോ. കാരണം അതിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ പറയുന്ന കേട്ട ഒരു അനുഭവമാണ്. വഴി എവിടെ മക്കളെ? അങ്ങനെ 2 തവണ ചോദിച്ചു. പിന്നെ ചോദിക്കുന്നത് വേറൊരു വാചകമാണ്. ഏതായാലും വീഡിയോയിൽ പറയുന്നില്ല. മക്കളുടെ കൂടെ വേറെ നമ്മുടെ ഡോഗിൻ്റെ പേരും കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു വാചകം. അടിപൊളിയായിട്ടുണ്ട് ആ ഒരു സംഭവം കേട്ടോ. അതാണിപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. കാരണം അവിടെ 2 ലോറികൾ പോകുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വല്ല വാട്ടർ പാർക്കിലോ അതുപോലെ വീഗാലാൻഡിലൊക്കെ പോയൊരവസ്ഥയാണ്. ആ വീഗാലാൻഡിലൊക്കെ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ആ വണ്ടി വന്ന് വെള്ളം തെറിപ്പിച്ച് പോകുന്ന ആ ഒരു സീനില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ആ നാഷണൽ പെർമിറ്റ് ലോറികൾ പോയത്. കാരണം വേറെ രക്ഷയില്ല. റോഡുകളിങ്ങനെ തോടുകളും പുഴകളുമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർമാർ എന്താ ചെയ്യുന്നത്? ബോട്ട് ഓടിക്കുന്ന പോലെ കഷ്ടപ്പെട്ടുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നു. നമ്മുടെ ഡ്രൈവർമാർക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കാതെ പറ്റില്ല ഗൈസ്. കാരണം മഴയത്തും ഇതുപോലുള്ള കുഴികളിലും ഒരുപാട് ട്രാഫിക് ഇഷ്യൂ അനുഭവിച്ചുകൊണ്ട് ഈ വണ്ടിയിലിരിക്കുന്ന ലോഡുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അവരെത്തിക്കുന്നില്ലേ? അതിനവർക്ക് ഒരു സ്പെഷ്യൽ മാർക്കറ്റ് കൊടുത്തേ പറ്റൂ അവർക്ക് കേട്ടോ. ഏതായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് അംഗീകാരമൊന്നും കൊടുക്കുന്നില്ല എങ്കിലും നമ്മൾ അതുപോലുള്ള ഏട്ടന്മാരോട് ഒരു ബിഗ് സല്യൂട്ട് അറിയിച്ചിരിക്കുന്നു കേട്ടോ. പതിയെ പോവാവുള്ളൂ എന്ന് പറഞ്ഞാലും ചില വണ്ടികൾ ചീറിപ്പായും. പക്ഷെ നമ്മൾ കഴിവതും എമർജൻസി അല്ല എങ്കിൽ നമ്മൾ കഴിവതും സ്ലോ ആക്കുക കേട്ടോ. കാരണം റോഡിൻ്റെ അവസ്ഥ ബേസ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. നമുക്ക് എന്താ പറയുക, ബ്രേക്ക് അധികം ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോളിൽ ഒരിക്കലും നിൽക്കില്ല. ദയവ് ചെയ്ത് പറയുമ്പോൾ നമ്മളോട് ദേഷ്യം തോന്നാതെ പറയുന്ന പോയിന്റ് മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാകുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കൺട്രോളിൽ വണ്ടി നിൽക്കില്ല. കാരണം ഒരു സഡൻ ആയിട്ടൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ബ്രേക്കിംഗ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പല സ്ഥലത്തും ഉണ്ട് ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ട്, പല സാഹചര്യങ്ങളിലും. കഴിഞ്ഞ ദിവസം ഞാൻ അതായത് കണ്ണൂർ നമ്മുടെ കാട്ടാമ്പള്ളി നാറാത്താവൂർ റോഡിൽ കണ്ടതാണ്. ഒരു ബലീന കാറും അതുപോലെ തന്നെ ഒരു റിറ്റ്സ് കാറും അടിച്ചിട്ട്. ബലീന കാറിൻ്റെ ഏതാണ്ട് ലെഫ്റ്റ് ഭാഗത്തുള്ള ടയർ മുതൽ കംപ്ലീറ്റ്ലി തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ റിറ്റ്സിൻ്റെ അടിച്ചത് ബാക്ക് വശത്താണ്. നിങ്ങൾ ആ വണ്ടി ഒന്ന് കാണേണ്ട തന്നെയാണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒരു നിയമപ്രകാരം ആക്സിഡൻ്റ് ഒന്നും ചിത്രീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തന്നേനെ. എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ വേഗത തന്നെയാണ് എല്ലാ സ്ഥലത്തും വില്ലനായിട്ട് വരുന്നത് കേട്ടോ. ഇത് ബസ്സുകളൊന്നും പുറപ്പെട്ടില്ല കേട്ടോ. നമ്മുടെ പയ്യന്നൂരൊക്കെ പോകുന്ന വണ്ടികളാണ് ഇവിടെ നിർത്തിയിടുന്നത്. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി പുറപ്പെട്ട് തുടങ്ങി, ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫെയർ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം നമ്മുടെ ഓണം ഫെസ്റ്റിവലായിട്ട് ഇപ്പം കണ്ണൂർ പോലീസ് മൈതാനി നേരെ കാണുന്നതാണ് നമ്മുടെ പോലീസ് മൈതാനി. ഇവിടെ ഇപ്പോൾ ഫെയർ, അതായത് എക്സിബിഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ എക്സിബിഷൻ്റെ ആകാശത്തൊട്ടിൽ കാണാം.
അപ്പോൾ രാവിലെ തന്നെ മോർണിംഗിൽ ബസ്സുകളും ഇതുപോലെ പുറപ്പെട്ട് തുടങ്ങി ചീറിപ്പായാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടോയില്ലേ ഗൈസ്, എന്താ ചെയ്യല്ലേ? രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന സമയത്ത് നമ്മളെ പോലുള്ള പാവങ്ങളും കൂടെ റോഡിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരുന്നു അല്ലേ. പ്രത്യേകിച്ച് മോർണിംഗിൽ നമ്മൾ ആൾക്കാരെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഈ ഒരു സീബ്ര ക്രോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ പെട്ടെന്ന് കടക്കും. കാരണം ആൾക്കാർക്കുള്ളൊരു ടെൻഡൻസി എന്ന് വെച്ചാൽ അത് സീബ്ര ക്രോസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിക്കുന്നത് വരുന്ന വാഹനങ്ങൾ നിർത്തിക്കോളും എന്നുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. സീബ്ര ക്രോസ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ റോഡിൽ മുൻഗണനയും ആർക്കാണ്? ഈ കാൽനട യാത്രക്കാർക്ക് തന്നെയാണ്. ഒരു ചേച്ചി പാവം റോഡിൽ പോയിക്കോട്ടെ. അപ്പം അത് നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ. കാരണം ഈ കാൽനട യാത്രക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെയാണ് മുൻഗണന കിട്ടുക. സീബ്ര ക്രോസിങ്ങിൽ വെച്ചാണ് നിങ്ങൾ വാഹനം അവർക്ക് ഇടിക്കുന്നതെങ്കിൽ നിങ്ങൾ വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും കേട്ടോ. സോ അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മൃഗാശുപത്രിയുടെ പരിസരത്തെത്തി. ഈ ഒരു മിൽമയാണ് കേട്ടോ നമ്മൾ മിക്കവാറും നമ്മൾ ചായ കുടിക്കുന്ന ഒരു സ്ഥലം. ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് സോ നമ്മളവിടെ നിർത്തുന്നില്ല കേട്ടോ. മോർണിംഗ് ആയതുകൊണ്ട് ഒരുപാട് വർക്കർമാർ, അതായത് രാവിലെ പണിക്ക് പോകുന്ന കുടുംബം നോക്കണമെന്ന് ഉറപ്പുള്ള ഏട്ടന്മാർ ഒരുപാട് ആൾക്കാരുണ്ട് രാവിലെ. കൂടുതലും ഭായിമാരാണ് കേട്ടോ. അതാ അവരൊക്കെ വർക്കിന് പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ബ്രേക്കിംഗ് നമുക്ക് മസ്റ്റാണ്. ഏതൊരു സമയത്തും ചിലപ്പം വാഹനം ഇതായത് കണ്ടോ നിങ്ങൾ റോഡിൽ കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് കുറച്ച് സ്പീഡിൽ ഓടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർ കടക്കുമ്പോൾ നമുക്ക് നിർത്താൻ വേണ്ടി പറ്റില്ല. ഞാൻ പറഞ്ഞു റോഡിൽ നമ്മളുടെ കാൽനട യാത്രക്കാർക്കാണ് മുൻഗണന. അതുകൊണ്ട് തന്നെ നമ്മളൊരു വാഹനം ഒരാളെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും റോഡിലുള്ള ഒരു കുട്ടികൾ പോലും നമ്മുടെ ഭാഗത്ത്, അതായത് വാഹനം ഓടിക്കുന്ന ആളുടെ ഭാഗത്ത് അനുകൂലിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ നിൽക്കാനോ ഒന്നും വരില്ല. എല്ലാവരും ഒരാൾക്ക് തട്ടിക്കഴിഞ്ഞാൽ അവരെ മാത്രമേ അനുകൂലിക്കുള്ളൂ. സോ അതൊന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. കണ്ടോ, ഇവർക്കൊന്നും അറിയില്ല കേട്ടോ. ഇവരൊക്കെ ഏത് സമയത്തും എങ്ങനെയും റോഡ് കിടക്കും. സോ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളെ വണ്ടി മറ്റൊരാളുടെ എന്താ പറയുക ശരീരത്തും തട്ടാതെ അല്ലെങ്കിൽ ഒരു വാഹനത്തിലും ഇടിക്കാതെ കൺട്രോൾ ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം തന്നെയാണ്. നമ്മളാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത്. വണ്ടി ഇപ്പോൾ ഏതും ആയിക്കോട്ടെ, ചിലപ്പോൾ കാറായിരിക്കാം, ഓട്ടോ ആയിരിക്കാം, ബസ്സായിരിക്കാം, ട്രെയിനായിരിക്കാം, സൈക്കിളായിരിക്കാം. പക്ഷേ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മളാണ് ഡ്രൈവർ. അപ്പോൾ ആ സമയത്ത് വണ്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും റോഡിൽ ഇറങ്ങുന്ന ജനങ്ങളുടെ ജീവൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതായത് നമ്മൾ കൊണ്ടുപോയി ഇടിക്കാൻ പാടില്ല, അതാണ് നിയമം. അപ്പോൾ അത് സൂക്ഷിക്കാതെ നമ്മൾ വണ്ടി ഓടിക്കുക. അപ്പോൾ നമ്മുടെ ബാക്കിൽ തന്നെ നമ്മുടെ പുറകിലൊരു KSRTC ചേട്ടൻ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് സൈഡ് കൊടുക്കാം കേട്ടോ, നമുക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല. ഫ്രണ്ടിലാണെങ്കിൽ ദൂരെ ഒരു പയ്യന്നൂർ ലിമിറ്റഡ് സ്റ്റോപ്പ് ഒരു ചേട്ടനും പോകുന്നുണ്ട്. രണ്ടാൾക്കാരും നിങ്ങൾക്കറിയാലോ, ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പോകുന്ന രണ്ട് വെള്ളരിപ്രാവുകളാണ്. അപ്പോൾ നമുക്ക് സൈഡ് കൊടുത്തേക്കാം, അവർ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ AKG ഹോസ്പിറ്റലിൻ്റെ പരിസരമാണ്. ആംബുലൻസുകൾ നിർത്തിയിട്ടുണ്ട്. ഇവിടെയും ഒരു പ്രധാന ജംഗ്ഷനാണ് കേട്ടോ, സൂക്ഷിക്കേണ്ട ഒരു പ്രധാന ജംഗ്ഷൻ തന്നെയാണ്. ഇവിടെ ഒരു AI ക്യാമറ ഉണ്ട് കേട്ടോ. അതായത് AKG ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് തന്നെ ഇവിടെയായിട്ട് ഒരു AI ക്യാമറയുണ്ട്. 7 മണി ആയിട്ടില്ല കേട്ടോ ഗൈസ്, 7 മണി ആയിട്ടില്ല. ഏതാണ്ട് 6:45 അങ്ങനെ ആവുന്നേ ഉള്ളൂ. പക്ഷെ ആ സമയത്തേക്കും ബസ്സുകളൊക്കെ പുറപ്പെട്ടു തുടങ്ങി. എനിക്ക് തോന്നുന്നു ജംഗ്ഷനിലൊക്കെ ഒരുപാട് യൂണിഫോം ഇട്ട കുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ ദൂരോട്ടൊക്കെയുള്ള, അതായത് പയ്യന്നൂരോ അങ്ങോട്ടൊക്കെ ദൂരോട്ടൊക്കെയുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. ഇത്രയും നേരത്തെ പോകുന്നത് കൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അടിപൊളി മഴയാണ്, ഒരു രക്ഷയില്ല ഗൈസ്. എന്തൊരു വൈബാണല്ലേ സത്യം പറഞ്ഞാൽ. കർക്കിടക മാസം 28-ാം നാളും കോളിൻ്റെ മഴയാണ് തകർപ്പനായി പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ മഴ ഒരുപാടാകുമ്പോൾ പറയും നല്ല മഴയാണ്. അതുപോലെ തന്നെ ചൂട് കൂടുമ്പോൾ അതും നമ്മൾ പറയും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് വേണ്ടത്? പ്രകൃതി തന്നെ കംപ്ലീറ്റ്ലി മാറിപ്പോയി ഗൈസ്. അപ്പോൾ ഈ പരിസരത്തെത്തുമ്പോൾ നല്ല വെള്ളമാണ് കേട്ടോ. ഇതാ ബസ് പോകുന്ന പോക്ക് കണ്ടോ നിങ്ങളിതാ, ഇത്രയും വെള്ളത്തിലാണ് വണ്ടികൾ പോകുന്നത്. കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് റോഡിലെ അവസ്ഥ.
ഇതുപോലുള്ള ആൾക്കാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കറക്റ്റായിട്ട് അവിടെ സൈഡ് ആക്കിയെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ബസ് ചേട്ടൻ വരുന്നുണ്ടോ, ഇതും കുഴപ്പമാണ്. എന്നിട്ട് ഇങ്ങോട്ട് ലൈറ്റ് ഇട്ട് കാണിക്കുക. എടാ, നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് ആശാന്? നമ്മൾ ഈ തൊട്ടടുത്തുള്ള കടയുടെ വരാന്തയിലോട്ട് കയറ്റിക്കോന്നാണ് ആ ചേട്ടൻ പറയുന്നത് കേട്ടോ. പക്ഷേ ആ ചേട്ടൻ രണ്ടറ്റവും കൂടെ, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പോകുന്ന ചേട്ടനാണ് ഇതാ ഇപ്പോൾ വന്നത്. നമ്മളെ ആരും കുറ്റമൊന്നും പറയാൻ പറയണ്ട, ചീത്തയൊന്നും വിളിക്കാൻ വരണ്ട. ആ റിയലായിട്ട് നിങ്ങൾ കണ്ടതാണ് വീഡിയോ. നിങ്ങൾ പറ എന്താണ് അഭിപ്രായം എന്ന് നിങ്ങൾ പറ. നിങ്ങളുടെ അണ്ണാക്ക് തുറന്ന് പറ. നിങ്ങൾക്കല്ലേ മാർക്കറ്റിങ്, കസ്റ്റമർ ഇസ് എ കിങ് എന്നല്ലേ? നിങ്ങളാണല്ലോ കസ്റ്റമർ. പറ എന്താണ് ഇപ്പൊ കണ്ടതിന്റെ റീസൺ പറ. നിങ്ങൾ ഇങ്ങനെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വരുന്ന ഒരുപാട് ഏട്ടന്മാർ ഡ്രൈവർ ഫീൽഡിലോട്ടാണ് വരുന്നത്. അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഗവൺമെന്റും ഉത്തരവാദികളാണ്. പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഗവൺമെന്റിന് പ്രശ്നമൊന്നുമില്ലല്ലോ. കുറ്റം വരുമ്പോ എപ്പോഴും ഡ്രൈവർക്കല്ലേ വരിക. സോ ഡ്രൈവർമാർ ശ്രദ്ധിച്ചോടിക്കുക, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ റോഡിൽ കേട്ടോ. അതാ ഇത് നമ്മുടെ പള്ളിക്കുന്ന് അംബിക കോംപ്ലക്സിന്റെ ഭാഗമാണ്. ഇവിടെ തന്നെയാണ് വുമൻസ് കോളേജ് ഒക്കെ കേട്ടോ. വുമൻസ് കോളേജ് ഈ റൈറ്റ് സൈഡിലാണ് വുമൻസ് കോളേജ് വരുന്നത്. ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഞാൻ പറയാം, 2 വീലറുകാരുടെ ശ്രദ്ധയ്ക്കാണ്. 2 വീലർ ഓടിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എന്താ പറഞ്ഞ ഡേഞ്ചർ ആയിട്ടുള്ള റോഡാണ്. അത്രയും ഡേഞ്ചർ. കാരണം റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ വലിയ എന്താ പറയുക പൊന്തം, കുന്നും മലയൊക്കെ പോലെ ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് അതുപോലത്തെ ഉള്ള സ്ഥലങ്ങളുണ്ട്. കുഴികളും മുഴകൾ ഇങ്ങനെ പൊന്തി മുഴ പോലെ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് 2 വീലറുകാർ ദയവ് ചെയ്ത് ഓടിക്കുമ്പോൾ ചേട്ടന്മാരെ ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ സ്കിഡായി വീഴാനുള്ള ചാൻസ് 95% കൂടുതലാണ്. സോ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കുക കേട്ടോ. നിങ്ങളെയൊക്കെ കാത്തിരിക്കാൻ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഫാമിലി ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വാഹനം ഓടിക്കാൻ പാടുള്ളൂ. ഈ ഒരു കാര്യമൊക്കെ നമ്മൾ നമ്മുടെ തൊണ്ട പൊട്ടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് വീഡിയോന് റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രമല്ല. നമ്മുടെ വീഡിയോക്ക് റീച്ച് കൂട്ടണം, ശരിയാണ്, നമ്മളാണ് വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടേണ്ടതൊക്കെ നമുക്ക് കിട്ടണം. അതിലുപരി നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ട ചില കാര്യങ്ങൾ, പൊതുജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ചില കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ റീച്ചിനാണെന്ന് മാത്രം കരുതി നിങ്ങൾ കമൻറ്റിൽ ഊളത്തര കമൻറ്റുകൾ ഇടുന്നതിന് പകരം നമ്മൾ പറയുന്ന പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ജെന്യുവിനായിട്ട് സ്വീകരിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയും കൂടെ നിങ്ങളുടെ മനസ്സിൽ അല്ലെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഓക്കെ, ഇവിടെയും സ്കൂൾ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, MGM പോളിടെക്നിക് ആണ് കേട്ടോ. അത് പയ്യന്നൂരാണെന്ന് തോന്നുന്നു. സ്കൂൾ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ബസ്, സോറി ഗായ്സ്, ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് അല്ല കേട്ടോ. ഇത് നമ്മുടെ ലിമിറ്റഡ് തന്നെയാണെന്ന് തോന്നുന്നു. അതെ, സത്യം, ലിമിറ്റഡ് തന്നെയാണ്. പറശ്ശിനിക്കടവാണ് കേട്ടോ, അല്ല പയ്യന്നൂരാണ് കേട്ടോ. അത് എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല. അത് കൊറ്റാളി റൂട്ടാണ്. പറശ്ശിനിക്കടവ് പയ്യന്നൂർ റോഡ് നേരെയാണ് പോകേണ്ടത്. പക്ഷെ അത് എങ്ങോട്ടാണ് അങ്ങോട്ട് വളയുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ വല്ല ബ്രേക്കോ ഗ്രീസോ മറ്റോ അടിക്കാനുണ്ടാവുമായിരിക്കും. ഗ്രീസൊക്കെ കൃത്യമായി അടിക്കണം. കാരണം 2 അറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടമല്ലേ. അപ്പോൾ ഗ്രീസൊക്കെ കൃത്യമല്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ KSRTC ചേട്ടൻ ഇതാ ഏതാണ്ട് ഇതിൻ്റെ അടുത്തെത്തി. ഇതാട്ടോ ചേട്ടനൊന്ന് ഓവർടേക്ക് ചെയ്ത് പോയിക്കോട്ടെ. നമ്മുടെ വാഹനം, അതായത് നമ്മളിങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഹെവി വാഹനം നമ്മുടെ പുറകിലുണ്ടെങ്കിൽ, ഹെവി വാഹനമല്ല ഏത് വാഹനമായാലും അവർ ഓവർടേക്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നൈസായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിക്കോളും, അവർ നൈസായിട്ട് കയറിപ്പോയിക്കോളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നൈസായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അവർ എവിടെയാണ് അവർക്ക് പോകേണ്ടത്, ഏത് വശത്താണ് കയറേണ്ടത്, അവർ നൈസായിട്ട് എന്ത് ചെയ്യുക, റൈറ്റിലൂടെ അവർ കയറി പോയിക്കോളും. അതാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട മുന്നറിയിപ്പ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഹോൺ അടിച്ച് ചില ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ ആന മണ്ടത്തരം, വിൻഡോ ഓപ്പൺ ചെയ്ത് കൈ പുറത്ത്, അതായത് നമ്മുടെ കൈ ഹാൻഡ് പുറത്തിട്ടിട്ട് നമ്മൾ കൈനെ കൊണ്ട് ഇങ്ങനെ തൊഴുത് കാണിക്കും, ഏത് പോയിക്കോ എന്ന് പറഞ്ഞിട്ട്. വലിയ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. ആന മണ്ടത്തരവുമാണ്. അങ്ങനെ ആരും ചെയ്യരുത്. കാരണം അത് ഡേഞ്ചറാണ്. കാരണം കൈ പുറത്തിടുക, മറ്റുള്ള വണ്ടികൾ ചിലപ്പോൾ തട്ടാനോ കാര്യങ്ങളോ, അല്ലെങ്കിൽ AI ക്യാമറ ഏതെങ്കിലും ഒരു പരിസരത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫൈൻ തന്നെ അടിച്ചു തരും. അപ്പം അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ആരും കാണിക്കരുത്. നിങ്ങൾ കാണിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പുറകിൽ ഓണടിക്കുന്ന വാഹനം നിങ്ങളുടെ പുറകിൽ ഓണടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഭാഗത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ ഡ്രൈവർക്ക് അത് കൃത്യമായി മനസ്സിലാവും. ലെഫ്റ്റ് ഭാഗത്തേക്ക് ഇൻഡിക്കേറ്റർ ഇടുക, ഒരു 2 ഹോണ്
ഇതുപോലെ അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായി റൈറ്റ് സൈഡിലോട്ട് കയറി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ സ്റ്റെയറിങ്ങും നിങ്ങളുടെ ഒരു ഭാഗം നിങ്ങൾ വണ്ടി ഒന്ന് കൺട്രോൾ ചെയ്ത് നിങ്ങൾ കയ്യിൽ പിടിച്ചാൽ മാത്രം മതി. ഇതുപോലെ കയറിപ്പോയിക്കോളൂ. കണ്ടില്ലേ? അപ്പം ഇങ്ങനെയാണ് ഓരോ ഡ്രൈവിങ്ങിൽ ഓരോ മെത്തേഡ്സ് നമ്മൾ പഠിക്കേണ്ടത്. ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന സമയത്തും നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏത് ഭാഗത്തേക്ക്, ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ റോഡിൽ നിന്ന് ഒന്ന്, അതായത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇടതേക്കോ വലതേക്കോ നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ടതാണ് യഥാസ്ഥാനത്ത്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മെയിനായിട്ട് ഓൺ അടിച്ചു കൊടുക്കണം കേട്ടോ. കാരണം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന ഏട്ടന്മാരായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ചിന്തയിലായിരിക്കും. സോ നിങ്ങളുടെ വണ്ടിക്ക് തട്ടാനുള്ള ചാൻസ് ഉണ്ട്. തട്ടിക്കഴിഞ്ഞാലും അവരെ പോലുള്ള വണ്ടിക്കാർക്ക് ഒന്നും പറ്റാനില്ല. കാരണം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് നല്ല പടുകൂറ്റൻ വലിയ വണ്ടിയാണ്. അപ്പോൾ നമ്മളെ പോലുള്ള കാറുകളോ അല്ലെങ്കിൽ ബൈക്കുകളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ തെറിച്ച് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, പോവുക. ഇത് ഇവിടെ ഇപ്പോൾ രാവിലെ ആകുമ്പോൾ മോർണിംഗിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ വർക്കിന് പോകുന്നുണ്ട്, അതുപോലെ തന്നെ കോളേജിൽ പോകേണ്ട ആൾക്കാരുണ്ട്, ITIയിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കുട്ടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു കുളിർമയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ ഇങ്ങനെ ഒരു പ്രഭാതം പൊട്ടി ഉണരുമ്പോൾ ഒരുപാട് ആൾക്കാർ, വഴി, അതുപോലെ തന്നെ വാഹനങ്ങൾ, റോഡിലുള്ള നല്ല നല്ല കുഴികൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ എന്താ പറയുക നല്ല കുളിർമയേകുന്ന പല കാഴ്ചകളും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന ചില ഏട്ടന്മാരും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ജീവിതം കളറല്ലേ ഗൈസ്. ഇനി എന്താ നമുക്ക് വേണ്ടതല്ലേ? ഇപ്പം മഴ ഏതാണ്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ആയിഷ ബസ്സാണ് ഫ്രണ്ടിൽ പോകുന്നത് കേട്ടോ. ആയിഷ ബസ്. ഈ ഒരു റോഡും വളരെ പരിതാപകരമാണ് കേട്ടോ. വളരെ പരിതാപകരമാണ്. ഞാൻ മിക്കവാറും റോഡിനെ പറ്റി ഞാൻ പറയുന്നത് എനിക്ക് തന്നെ സ്വയം ഒരു എന്താ പറയുക ഒരു ആശ്വാസം കിട്ടാനാണ് ഗൈസ്. കാരണം നമ്മുടെ വണ്ടി, ഇപ്പം എൻ്റെ വണ്ടിയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ കാറിൻ്റെയൊക്കെ ടയർ മാറ്റാറായി. ഏതാണ്ട് ഒരു 7-8,000 രൂപ ഒരു ടയറിന് വേണം, നിങ്ങൾക്കറിയാലോ. അപ്പം നമ്മൾ വാഹനത്തിൻ്റെ എന്താ പറയുക നമ്മളെ ടയറിൻ്റെ ലൈഫൊക്കെ വളരെ കുത്തനെ തന്നെ താഴോട്ട് വന്ന ഒരവസ്ഥയാണ്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഇതുപോലുള്ള വലിയ വലിയ വണ്ടികൾ, നാഷണൽ പെർമിറ്റ് പോലുള്ള വലിയ വലിയ വണ്ടികളുടെ ടയർ മാറ്റണമെങ്കിൽ എത്ര പാടുണ്ട്, എത്രത്തോളം പൈസ അതിന് ചിലവാക്കണം അല്ലേ? വലിയ കഷ്ടം തന്നെയാണ് കേട്ടോ ഗൈസ്. എന്താ ചെയ്യുക? സത്യം പറഞ്ഞാൽ ഒരു വാഹനത്തിൽ ഡ്രൈവറായിട്ട് തൊഴിൽ ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കണം, നമ്മൾ വണ്ടി മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഒരു വാഹനത്തിൻ്റെ മുതലാളിയായി ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഒരു ഡ്രൈവറുടെ വരുമാനം, അതിലുള്ള ബാക്കിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ വരുമാനം, വാഹനത്തിൻ്റെ മെയിൻ്റെനൻസ്. ഏറ്റവും കഷ്ടം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ മെയിൻ്റെനൻസ് ആണ് ഗൈസ്. നമ്മൾ മനസ്സിലാക്കേണ്ട തന്നെ ഒരു കാര്യമാണ്, വാഹനം നമ്മൾ പണിയാൻ കയറ്റുന്ന സമയത്ത് ഉണ്ടാവുന്ന പൈസ ചെലവ് അത് സത്യം പറഞ്ഞാൽ എത്രയാണെന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു വർക്ക്ഷോപ്പ് വർക്കും അത് പറയാനൊന്നും പറ്റില്ല. പണിത് വരുമ്പോഴേ അറിയുള്ളൂ, അല്ലെങ്കിൽ നോക്കുമ്പോഴേ അറിയുള്ളൂ എത്രത്തോളം വർക്കുകൾ ഉണ്ടെന്നും എന്തൊക്കെ അതിൻ്റെ അകത്ത് ചെയ്യണമെന്നുള്ള കാര്യം അപ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മെയിനായിട്ട് എന്താ പറയുക, നമ്മുടെ നാടിലെ റോഡ് തന്നെയാണ് വില്ലനായിട്ട് നിൽക്കുന്ന ഗൈസ്. വണ്ടിപ്പണിക്കാരുടെ അവസ്ഥ തെണ്ടിപ്പോകുന്നൊരവസ്ഥ തന്നെയാണ് വണ്ടിക്കാർ. അത് പലവട്ടവും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, വണ്ടിപ്പണി തെണ്ടിപ്പണിയാണെന്നൊക്കെ. സത്യമാണ് കേട്ടോ ഗൈസ്, വളരെ സത്യമാണ്. വണ്ടിപ്പണി എന്ന് വെച്ചാൽ ലോറിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരെ നമ്മൾ സമ്മതിക്കണം, അതിൻ്റെയൊക്കെ മുതലാളിമാരെ സമ്മതിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെവി ലോഡും കയറ്റി പോയി ടയർ മാറ്റണം, അതിൻ്റെ ഓയിൽ അടിക്കണം, വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, പൈപ്പ് ലൈൻ കണ്ടോ? ഇത് ഗ്യാസിൻ്റെ പൈപ്പ് ലൈനാണ്. ഇത് ഒരുപാട് സമയം ഒരുപാട് കാലയളവായി ഇതിങ്ങനെ പല സ്ഥലങ്ങളിലും ഇട്ട് വെച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് എന്താണെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇത് കൊണ്ടുവന്നിടും, പിന്നെ ഇത് വീണ്ടും മാറ്റും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നിടും, വീണ്ടും മാറ്റും. ഐ ഡോണ്ട് നോ ഗൈസ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ജനങ്ങളെ വഞ്ചിക്കാൻ, അതായത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കാൻ ഏറ്റവും നല്ല പ്രയോഗമാണ് വികസനം എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ. സാധാരണക്കാർ പാവങ്ങൾ ഈ വികസനം എന്ന് പറയുമ്പോൾ മലന്നടിച്ച് അങ്ങോട്ട് വീണു, പിന്നെ കുഴപ്പമൊന്നുമില്ല, ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെപ്പോഴും ഇതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരനെന്നും സാധാരണക്കാരനും പൈസക്കാരുകൾ ഇങ്ങനെ പൊന്തി പൈസക്കാരും ആയിട്ടിരിക്കുന്നത്. രണ്ടാളുടെയും മെൻറ്റാലിറ്റി തന്നെയാണ് കേട്ടോ. ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് കുറച്ചൊരു പൈസ, അതായത് എന്തെങ്കിലും തരത്തിലൊരു പൈസ, നമ്മളിപ്പം കുറി വെച്ചതോ അല്ലെങ്കിൽ
നാട്ടിൽ ഏതെങ്കിലും ഒരു പൈസ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ലോട്ടറി നമുക്ക് ചെറിയൊരു പ്രൈസ് ലോട്ടറി അടിച്ചാൽ പോലും ഒരു പൈസക്കാരൻ ചിന്തിക്കുന്നതും ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നതും രണ്ടും രണ്ട് കാറ്റഗറിയിലാണ്. നമ്മളെ പോലുള്ള സാധാരണക്കാർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഈ പൈസ എങ്ങനെ തീർക്കാം എന്നുള്ള കാര്യമാണ് നമ്മളെ പോലുള്ള പാവങ്ങൾ ചിന്തിക്കുക കേട്ടോ. അതാണ് നമ്മളെപ്പോഴും എന്താവുന്നത്, പാപ്പറായിട്ടിരിക്കുന്നത്. നേരെ മറിച്ച് പൈസക്കാരാണെങ്കിൽ അവർക്കിപ്പോൾ ഒരു 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ഈ 10,000 എങ്ങനെ 10,000 ആക്കി മാറ്റി 1,00,000 രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ അല്ലെങ്കിൽ ഇതിനേക്കാളും ഇത് കൂട്ടി ഇതെങ്ങനെ ഒരു മൂലധനമാക്കി മാറ്റാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. സോ അതെല്ലാവർക്കും പറ്റിയെന്നൊന്നും വരില്ല. ഞാൻ പൊതുവെ പറഞ്ഞു വന്നേ ഉള്ളൂ. കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വരുമാനത്തിനേക്കാളും 10 മടങ്ങാണ് ചിലവ് നിൽക്കുന്നത് ഗൈസ്. അപ്പം നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ. അന്നത്തെ ആവശ്യത്തിന് വേണ്ടി ജീവിച്ച് കുടുംബം പുലർത്തുന്ന ഒരുപാട് ബഹുമാനപ്പെട്ട ഒരുപാട് ഏട്ടന്മാരുണ്ട്. അവർക്കൊക്കെ ഞാൻ റെസ്പെക്റ്റ് തരുന്നുണ്ട് കേട്ടോ. ഞാനും അതുപോലെ ഒരാളാണ്, കുടുംബം പുലർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരാളാണ്. സോ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു വന്നപ്പോൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ കൊണ്ടാണ് പൈസക്കാരെന്നും പൈസക്കാരായിട്ടിരിക്കുന്നത്. കാരണം അവരൊരു പൈസ കിട്ടുമ്പോൾ എന്താ ചെയ്യുന്നത്, അത് FDO അല്ലെങ്കിൽ പലിശ കിട്ടുന്ന മാർക്കറ്റിംഗ് പലിശ കിട്ടുന്ന എന്തെങ്കിലും നല്ല നല്ല സ്ഥാപനമാണ്. ഞാൻ പറഞ്ഞത് ഓൺലൈൻ മറ്റേ ഡിജിറ്റൽ മാർക്കറ്റോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റോ അതൊന്നുമല്ല, പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കോ ഒക്കെയാണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അവിടെയൊക്കെ ഇട്ട് അവർ ഇൻട്രസ്റ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വളവട്ടണം പാലം എത്തി ഗൈസ്. ഇതാണ് നമ്മുടെ വളവട്ടണം പാലം. നമ്മുടെ കർണാടക, അതായത് കർണാടകയിൽ നിന്നൊഴുകി നമ്മുടെ കേരളത്തിലോട്ട് പതിക്കുന്ന വലിയൊരു നദിയാണ് നമ്മുടെ വളവട്ടണം പുഴ എന്ന് പറയുന്നത്. കർണാടകയിലെ സ്ഥലം എന്തുകൊണ്ട് ബ്രഹ്മഗിരി ഘട്ട് റിസർവേ ഫോറസ്റ്റ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവിടെ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ കേരളത്തിലോട്ട് എത്തിച്ചേരുന്ന നല്ല അടിപൊളിയാണ് നമ്മുടെ വളവട്ടണം പുഴ. രാവിലെ തന്നെ മോർണിംഗിൽ ഒരുപാട് ഏട്ടന്മാർ ഇവിടുന്ന് മീനിനെ പിടിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പല ആൾക്കാർക്കും തോന്നും പണിയൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇവിടെ വന്നുകൊണ്ട് സമയം ചെലവഴിക്കുന്നതെന്നാണ് പല ആൾ പറയാറുണ്ട്. പക്ഷേ അതല്ല കേട്ടോ ഗൈസ്. അവർ ചെയ്യുന്നത് അവരുടെ തൊഴിലാണ് കേട്ടോ. അവർ ഈ മത്സ്യത്തെ പിടിച്ചുകൊണ്ട് ഇവിടുന്ന് അവരുടെ വീട്ടിലേക്ക് കൊടുക്കും. അതുപോലെ തന്നെ അവർ മത്സ്യത്തെ കച്ചവടവും ചെയ്യുന്നുണ്ട്. അതായത് അവർ വിൽക്കുകയാണ്. അതിലൂടെയാണ് അവരെ വരുമാനവും കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ മുമ്പ് ഇവിടെ ഈ ഒരു വഴി ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ ഒരു കമൻറ്റ് ഒരുപാട് ആൾ പറഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ വണ്ടി നിർത്തി ഒരാളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് നിങ്ങൾ ഈ മത്സ്യം എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കച്ചവടത്തിനാണ്, അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ വീട്ടിലോട്ട് കൊടുക്കും. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ മീൻ വാങ്ങണ്ട, അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വരുമാനം. പക്ഷേ എന്നാൽ പോലും വരുമാനം ഷോർട്ട് തന്നെയാണ്. മീനിനെ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അവിടെ നിന്ന് കിട്ടണോ എന്നില്ല. അപ്പം അധ്വാനിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ എങ്ങനെയും അധ്വാനിച്ച് വരുമാനം കണ്ടെത്തും. അത് അവരുടെ ഒരു കഴിവാണ്. കാരണം അധ്വാനിച്ചാലേ കാര്യമുള്ളൂ. സോ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ പാപ്പനശ്ശേരി ഭാഗത്തെത്തി കേട്ടോ. ഇവിടെ പുതിയ പുതിയ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ടൈൽസിൻ്റെ പുതിയ ഷോപ്പുകളും ഒക്കെ ഇവിടെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കാലം മുന്നേ കണ്ട പോലെയല്ല പാപ്പനശ്ശേരി. നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ തന്നെ പാപ്പനശ്ശേരിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഇപ്പോൾ ടയറിൻ്റെ ഷോപ്പ് ഉൾപ്പെടെ, അതുപോലെ നമ്മുടെ ജ്യൂസ് വിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വെട്ടിക്കട ഉൾപ്പെടെയുള്ള പല പല സ്ഥാപനങ്ങളും പൊളിഞ്ഞു മാറി വലിയ വലിയ സംഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഏതായാലും ഒരു എന്താ പറയുക, അത്യാവശ്യം ഒരു വികസനമൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനുണ്ട് കേട്ടോ. പക്ഷേ റോഡ് മാത്രമാണ് ഏറ്റവും വലിയ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. ഇത്രയൊക്കെ തന്നെ നമ്മുടെ കാര്യം. നമ്മുടെ പാലമാണ് കേട്ടോ. പണ്ട് സത്യം പറഞ്ഞാൽ ഇതുവഴി വരുമ്പോൾ ഈ പാപ്പനശ്ശേരി ഭാഗം നമുക്ക് എപ്പോഴും വാഹനങ്ങൾ ബ്ലോക്കായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ. കാരണം ഒരു റെയിൽവേ ട്രാക്ക് ഉള്ളത് കൊണ്ട് വലിയ രീതിക്കുള്ള ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പാലത്തിൻ്റെ പണി നടക്കുന്ന സമയത്തും ചുറ്റിക്കറങ്ങി വേണം വരാൻ. അപ്പോൾ ഒരുപാട് ഇന്ധന ചെലവും കാര്യങ്ങളൊക്കെ വരുന്നൊരവസ്ഥയായിരുന്നു. ഈ ഒരു പാലം വന്നപ്പോഴാണ് കുറേ ഭാഗം പ്രശ്നം മാറിയത്. പക്ഷേ പാലത്തിൻ്റെ മുകളിലുള്ള റോഡിൻ്റെ അവസ്ഥ ഇപ്പോഴും അപ്പോഴും ഒരുപോലെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ ഗൈസ്. ഇത്രയും ടാക്സ്, അതായത് ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ്. ഇത്രയും വേറെ നമ്മൾ കുറ്റമൊന്നും പറയുന്നതല്ല.
നമ്മൾ ഇത്രയും ടാക്സുകൾ നമ്മുടെ കയ്യിൽ നിന്ന് റോഡ് ടാക്സ് അടക്കമുള്ള പല ഇതിനും മുട്ടുസൂചിക്ക് വരെ ഉപ്പ് തൊട്ട് മുട്ടുസൂചിക്ക് വരെയുള്ള സംഭവങ്ങൾക്ക് ടാക്സ് വാങ്ങുന്ന സ്റ്റേറ്റ് ആയിട്ട് പോലും ഇവിടെ റോഡുകളില്ല എന്ന് പറയുമ്പോൾ അത് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മൾ വിഷമം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ കുറ്റോ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചൂസ് ചെയ്തുകൊണ്ട് അവരെ പറയലോ ഒന്നുമല്ല. നമ്മൾ പറയുന്നത് ഏത് ഭരണകൂടമായാലും ഇവിടുത്തെ റോഡുകൾ ക്ലിയർ ആക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മളെപ്പോലുള്ള നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യന്മാർക്കൊന്നും പ്രത്യേകിച്ച് ഒരു പാർട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്. ഏതെങ്കിലും ഓഫീസർമാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിലെ ഓടുന്ന പല ആൾക്കാരുടെയും വരുമാനം എന്താ പറയുക നിലനിൽക്കും. അല്ലെങ്കിൽ ഈ റോഡിലൂടെ തൊഴിലിന് വേണ്ടി ഓടുന്ന ലോറികളും പല വണ്ടികളും എല്ലാ വണ്ടികളും ഉണ്ട്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വരുമാനം മൊത്തം വാഹന മെയിൻ്റെനൻസിന് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടാകുന്നത് കേട്ടോ. കണ്ടെയ്നറാണ് കേട്ടോ. കണ്ടെയ്നർ ലോറിയും അതുപോലെ തന്നെ ഒരു സിമെൻറ്റ് കണ്ടെയ്നറാണെന്ന് തോന്നുന്നു. അതും ഒരുപാട് കാലം കൂടിയിട്ടാണ് ഇതുപോലെ നല്ല ഒരു കിടക്കാച്ചി മഴ വരുന്നത് കേട്ടോ. നമ്മുടെ മത്സര ഓട്ടം കുറച്ചാൽ തന്നെ ഒരുപാട് ഭാഗം അപകടം കുറയും കേട്ടോ. എത്ര മത്സരിച്ചാലും നമ്മൾ 2, 3, 4 മിനിറ്റ് അധികമേ നമ്മൾ എത്താൻ പോകുന്നുള്ളൂ. ഒരിക്കലും ഒരു അരമണിക്കൂർ പോലും കീപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂല. സോ അതുകൊണ്ട് പതിയെ പോവുക കേട്ടോ. ലിമിറ്റ് ചെയ്ത് പോവുക. പതിയെ മീൻസ് വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള വേഗതയിൽ പോവുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടം വരെയേ ഉള്ളൂ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ പാപ്പനശ്ശേരി കരിക്കുംകുളം ഭാഗത്താണ്. നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നമ്മുടെ നാട്ടിൽ പള്ളിക്കുളം വഴി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കരിക്കുംകുളത്തെ ഇവിടെ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പരിസരത്താണ്. ഇവിടെയാണ് നമുക്ക് വരേണ്ടത്. അപ്പം ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മാക്സിമം ഷെയർ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.